പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഒന്ന്, UAE ഈ രാജ്യത്തിനെതിരായിട്ടോ ഇതിന്റെ സുരക്ഷയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെതിരായിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലോ ഏതെങ്കിലും രീതിയിൽ അതിനെതിരായിട്ട് നമ്മൾ അപമാനപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പെനാൽറ്റി മാത്രമല്ല ജയിൽ ശിക്ഷയും ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത്തെ വിഷയം, അബുദാബിയിൽ ഈ മൺഡേ മുതൽ സ്കൂളിന്റെ ടൈമിങ്ങിന് വ്യത്യാസം വരികയാണ്. ഈ ചൂട് കാലത്ത് കുട്ടികളെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് അയച്ച് നേരത്തെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ അബുദാബിയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മൺഡേ ടു തേഴ്സ്ഡേ രാവിലെ 7:15 മുതൽ ഉച്ചക്ക് 1:35 വരെയും, ഫ്രൈഡേ ആണെങ്കിൽ 7:15 മുതൽ 11 മണി വരെയുമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സമയം. ദുബായിലുള്ള സ്കൂളുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നാന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ദുബായ് കസ്റ്റംസിൽ നമുക്ക് 60,000 തത്തുല്യമോ 60,000 ദിർഹംസോ അതിന് മറ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഡോളറോ അല്ലെങ്കിൽ റുപ്പീസോ ഏതാണ് കൊണ്ടുവരുന്നതെങ്കിലും അത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഐ ഡിക്ലെയർ എന്നുള്ള ആപ്പിലാണ് നിങ്ങൾ ഇത് ഡിക്ലെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അതല്ലാതെ പിടിക്കപ്പെട്ടാൽ അത് ബുദ്ധിമുട്ട് ആകും എന്നുള്ളതാണ്. ഇനി 18 വയസ്സിനുള്ള താഴെ കുട്ടികളിലാണെന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിലോ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമെങ്കിലും ഇപ്പോൾ 3000 ദിർഹംസിന്റെ ഗിഫ്റ്റ് വരെയുള്ള ഗിഫ്റ്റ് നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ ടൊബാക്കോ ആണെങ്കിലോ അതുപോലെ സിഗാർ ആണെങ്കിലോ ആൽക്കഹോൾ ആണെങ്കിലോ അതിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റ് വെച്ച് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ടതും 5% അതിന്റെ കസ്റ്റം ഡ്യൂട്ടി അടക്കേണ്ടതുമാണ് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജാഗ്രതയായിരിക്കുക. സ്ഥിരമായിട്ട് ഇതൊരു തൊഴിലാക്കുന്ന ആൾക്കാരുണ്ട്, അതിവിടെ റെക്കോർഡ് ചെയ്യപ്പെടുമെന്നും അതിൽ നിങ്ങൾക്ക് പിടിവീഴുമെന്നുള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഈ രാജ്യം നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ നിയമം കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമങ്ങളും പാലിക്കാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം.